അന്താരാഷ്ട്ര തലത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണിന്ന്. അതായത് US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വളരെയധികം ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുകയാണ്. അതിന് തൊട്ടു മുന്നോടിയായി നടക്കാറുള്ള സംവാദം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഡൊണാൾഡ് ട്രംപും കമലാ ഹാരിസും ആദ്യ ടെലിവിഷൻ സംവാദം ആരംഭിച്ചിട്ടുണ്ട്. ഈ സംവാദത്തിൽ ആരാകും വിജയിക്കുക എന്ന് ഉറ്റുനോക്കുകയാണ് ലോകം. 90 മിനിറ്റ് സംവാദമാണ് നടക്കുക. ജിബിൻ ഇപ്പോൾ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. ജിബിൻ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ 6:30 മണിയോടുകൂടി ഇന്ത്യൻ സമയം 6:30 മണിയോടുകൂടി സംവാദം ആരംഭിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ആദ്യ സംവാദമാണ്. എന്തൊക്കെ പ്രധാനപ്പെട്ട വിഷയങ്ങളിലാണ് ഇപ്പോൾ ചർച്ച പുരോഗമിക്കുന്നത്? ആർക്കെങ്കിലും ഒരു മുൻതൂക്കം പ്രവചിക്കാനായ സാധ്യത ഇപ്പോൾ ഉണ്ടോ? ഗുഡ് മോർണിംഗ് കാവ്യ. ഏതായാലും US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് അതിൻ്റെ ആദ്യഘട്ട സംവാദം കമലാ ഹാരിസും അതോടൊപ്പം തന്നെ ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള സംവാദം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. 6:30 ഈ ഒരു സംവാദം ആരംഭിച്ചത്. പെൻസിൽവാനിയയിലെ ഫിലാഡൽഫിയയിലെ നാഷണൽ കോൺസ്റ്റിറ്റ്യൂഷൻ സെൻറ്ററിലാണ് ഈ ഒരു സംവാദത്തിന് തുടക്കമിട്ടിരിക്കുന്നത്. ഏതായാലും നമുക്ക് ഇപ്പോൾ നിലവിൽ ഇവരുടെ ഈ ഒരു സംവാദത്തിൻ്റെ ഈ ഒരു മുന്നോട്ടുള്ള ഇപ്പോഴത്തെ സാഹചര്യം പരിശോധിച്ച് കഴിഞ്ഞാൽ ട്രംപും കമലാ ഹാരിസും തമ്മിൽ വലിയ വാഗ്വാദങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ബൈഡൻ ഭരണത്തിൽ അമേരിക്ക മധ്യവർഗം ദുർബലമായെന്ന് ട്രംപ് ആരോപിച്ചപ്പോൾ ട്രംപിൻ്റെ ഭരണത്തിൽ ഈ അമേരിക്കയിലെ സാമ്പത്തിക നില വലിയ തോതിൽ തകരാറിലായി താറുമാറായി എന്നുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് കമലാ ഹാരിസ് രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അത്തരത്തിൽ വലിയ തോതിലുള്ള വാഗ്വാദങ്ങൾ ഇപ്പോൾ അവർ തമ്മിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ ട്രംപ് കമലാ ഹാരിസിനെ മാർക്സിസ്റ്റ് എന്ന് അഭിസംബോധന ചെയ്യുകയും അത്തരത്തിൽ വിളിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കമലാ ഹാരിസ് മാർക്സിസ്റ്റ് ആണ് എന്നുള്ള ആരോപണങ്ങളൊക്കെ തന്നെ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരികയും ഒക്കെ തന്നെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഇരുവരും തമ്മിലുള്ള ഒരു വാഗ്വാദങ്ങളിലേക്ക് ഒരു ചർച്ചയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ വഴിമാറുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഏതായാലും ഇനി ഏകദേശം ഒരു അരമണിക്കൂർ കൂടി ഈ ഒരു സംവാദം നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതിനുശേഷം ആരാകും ഇതിലെ ഒരു മുൻതൂക്കം ആർക്കാവും ലഭിക്കുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നിലവിലെ സാഹചര്യത്തിൽ കഴിഞ്ഞ ഒരാഴ്ചത്തെ ഡേറ്റ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കാണാനാകുന്നത് കമലാ ഹാരിസിന് ഒരു നേരിയ മുൻതൂക്കം കഴിഞ്ഞ ആഴ്ചയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഇരുവരും, അതായത് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഡൊണാൾഡ് ട്രംപും അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ കമലാ ഹാരിസും ഇരുവരും തമ്മിലുള്ള ഈ ഒരു അന്തരം അവർ മാറി ഇരുവരും ഒപ്പത്തിനൊപ്പം എന്നുള്ള ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് ഈ കമലാ ഹാരിസിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ നമുക്കറിയാം. ജോ ബൈഡൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന് പല ഘട്ടത്തിലും ഈ ഡൊണാൾഡ് ട്രംപുമായുള്ള സംവാദത്തിൽ അടിപതർന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ ജോ ബൈഡൻ പിന്മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറുകയും അതിനുശേഷമായി തന്നെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാനായി കമലാ ഹാരിസിനെ, നിലവിലെ വൈസ് പ്രസിഡന്റായിരുന്ന കമലാ ഹാരിസിനെ മുന്നോട്ട് കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ ഇവർ തമ്മിലുള്ള ഒരു സംവാദം വളരെ രസകരമായി തന്നെ ലോകം തന്നെ ആരായിരിക്കും മുന്നിലേക്ക് വരിക എന്നുള്ള വീക്ഷിക്കുന്ന തരത്തിലേക്കാണ് മുന്നോട്ട് പോകുന്നത്. ഏതായാലും നവംബറിൽ ഈ US പ്രസിഡന്റിൻ്റെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആരാകും വിജയിക്കുക എന്നുള്ളത് നിർണായകമാണ്. ലോകത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. ട്രംപാണോ കമലാ ഹാരിസ് ആണോ വരിക എന്നുള്ളത് അത് നിർണായകമായി തന്നെ ലോകം വിലയിരുത്തുന്നു. ഈ ഒരു സംവാദവും അതിന് മുന്നോടിയായി നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടുന്നത് കാവ്യ. ശരി ജിബിൻ, താങ്ക് യു. ജിബിൻ പറഞ്ഞതുപോലെ വളരെ ഗൗരവമായ വിഷയങ്ങൾ നടക്കുമ്പോഴും രസകരം കൂടിയാണ് ഈ ഒരു സംവാദം. വളരെ ഉറ്റുനോക്കി ആകാംക്ഷയോടുകൂടി തന്നെയാണ് ഇരിക്കുന്നത്. ഈ ഒരു സംവാദത്തിൽ കമലാ ഹാരിസ് ആയാലും ഡൊണാൾഡ് ട്രംപ് ആയാലും പ്രധാനപ്പെട്ട വിഷയങ്ങൾ എങ്ങനെ ഉന്നയിക്കുന്നു, അടുത്ത ആൾ എങ്ങനെ അതിനെ എതിർവാദം ഉന്നയിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ വളരെ രസകരമായും അതേസമയം തന്നെ അതിൻ്റെ അർഹിക്കുന്ന പ്രാധാന്യത്തോടു കൂടിയുമാണ് ലോകം എല്ലായ്പ്പോഴും ഈ US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കാണാറുള്ളത്, മനസ്സിലാക്കാറുള്ളത്.